ഇനി നമുക്ക് തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. പ്രതികളുമായുള്ള തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. ബിജുവിന്റെ ചെരുപ്പും പെപ്പർ സ്പ്രേയും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി ജോമിനുമായുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. സാമ്പത്തിക ഇടപാടിനെ തുടർന്നുള്ള തർക്കത്തിന് പിന്നാലെയാണ് കൊട്ടേഷൻ സംഘത്തിൽ നിന്ന് സഹായം തേടിയതെന്ന് ജോമിൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ജീനസ് രാജു നൽകും വിവരങ്ങൾ. ജീൻ, ഏതായാലും തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് നേരത്തെ ഈ പെട്രോൾ പമ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ പെപ്പർ സ്പ്രേയും ചെരുപ്പും ബിജുവിന്റെ ചെരുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഉപയോഗിച്ച മറ്റു കാര്യങ്ങൾ ഇപ്പോൾ എവിടെയാണ്, ഏത് സ്പോട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്? പ്രജീഷ്, ഇപ്പോൾ ഈ ജോമിനെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി തെളിവെടുപ്പിൻ്റെ ഒരു ഘട്ടം പൂർത്തിയായിരിക്കുന്നു. അതായത് ജോമിനുമായി മാത്രമാണ് തെളിവെടുപ്പ് നടന്നത്. ജോമിനാണ് ഈ കൃത്യ സ്ഥലങ്ങളൊക്കെ അറിയാവുന്നത്. അതുകൊണ്ട് ജോമിനുമായി ആദ്യം പെട്രോൾ പമ്പിൽ പോയി, അതിനുശേഷം ബിജുവിൻ്റെ വീടിന് സമീപത്ത് പോയി, അതിനുശേഷമാണ് ഈ ബിജുവിൻ്റെ വാഹനം തടഞ്ഞു നിർത്തി അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയ ആ സ്ഥലത്തും ആ സ്പോട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ആ തെളിവെടുപ്പിനിടയിലാണ് ഒരു ചെരുപ്പും, ബിജുവിൻ്റെ ഒരു ചെരുപ്പും, അതോടെ തന്നെ അവിടെ ബിജുവിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച പെപ്പർ സ്പ്രേയും അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതായത് ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവുകളിലൊന്നാണ് പെപ്പർ സ്പ്രേ ഉപയോഗിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. അവിടെ വെച്ച് ജോമിൻ പറഞ്ഞത് ജോമോൻ ഓടിച്ചിരുന്ന വാഹനം ഉപയോഗിച്ചുകൊണ്ട് ബിജുവിൻ്റെ സ്കൂട്ടർ തടഞ്ഞു നിർത്തുകയും അതിനുശേഷം ജോമിൻ അവിടെ നിന്ന് ബിജുവിൻ്റെ സ്കൂട്ടറുമായി മുന്നോട്ട് പോവുകയുമാണ് ചെയ്തത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് മുഹമ്മദ് അസ്ലമിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇനി ഇവിടെ നിന്ന് കലയന്താനിയിലേക്കാണ് പോകുന്നത്. കലയന്താനിയിലെ ഗോഡൌണിൽ പരിശോധന നടത്തും, തെളിവെടുപ്പ് നടത്തും. പ്രതികളുമായുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഗോഡൌൺ അടുത്ത ഘട്ടം കൂടി അറിയേണ്ടതുണ്ട്. ഇനിയിപ്പോൾ എവിടെയൊക്കെയാന്നുള്ളത് കൂടി നമുക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൂടി ഒരിക്കൽ പോകാം. അവിടെ ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? മൃതദേഹം ബന്ധുക്കൾക്ക് എപ്പോൾ കൈമാറും? ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 9:45 തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. ഇന്ന് ഞായറാഴ്ചയാണ്. പോലീസ് സർജൻ എത്തി. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ബന്ധുക്കളും മറ്റും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ബന്ധുക്കൾക്ക് കൈമാറിയാലും ഇന്ന് നിലവിൽ ഈ മൃതദേഹം തൊടുപുഴയിലെ സ്വകാര്യ മോർച്ചറിയിൽ സൂക്ഷിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ മരണകാരണവും മറ്റുമൊക്കെ കൃത്യമായ രീതിയിൽ അറിയാൻ കഴിയുകയുള്ളൂ. കാരണം ഈ ബിജുവിനെ ഈ കുഴിച്ചിടുകയാണ് ചെയ്തത്. അപ്പോൾ മരിച്ച ശേഷം ഈ ശരീരാവയവങ്ങൾക്ക് എന്തൊക്കെയാണ് പറ്റിയിരിക്കുന്നത്, അതിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങളടക്കം വിശദമായ രീതിയിൽ കിട്ടേണ്ടതുണ്ട്. അത് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അക്കാര്യങ്ങളിലടക്കം വ്യക്തത വരികയുള്ളൂ. ശ്യാമിനി, നാടിനെ നടുക്കിയൊരു സംഭവമാണ്. കുടുംബമൊക്കെ തന്നെ വളരെ പക്ഷേ വല്ലാത്ത രീതിയിൽ അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പോലും ഈ വാർത്ത കഴിയാത്ത ഒരു സമയമാണ്. അപ്പോൾ ഇനി സംസ്കാരം വീട്ടിലേക്കൊക്കെ മൃതദേഹം എത്തിക്കുമ്പോഴുള്ളൊക്കെ വൈകാരികമായ നിമിഷങ്ങളൊക്കെ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇനി മറ്റ് മതപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ തന്നെ, അതൊക്കെ എപ്പോഴായിരിക്കും? ഈ മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഉടൻ തന്നെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ മോർച്ചറിയിൽ സൂക്ഷിച്ച ശേഷം നാളെയോടുകൂടിയാണ് സംസ്കാരം പറഞ്ഞിരിക്കുന്നത്. നാളെ രാവിലെയോടുകൂടി ബിജുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ബിജുവിന് 3 മക്കളാണുള്ളത്. ഒരു മൂത്ത മകൾ ബാംഗ്ലൂരുവിലാണ് പഠിക്കുന്നത്. മറ്റ് ഈ മൂത്ത മോളും വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ബന്ധുക്കളുമൊക്കെ പെങ്ങൾ UK-യിലുണ്ട്. പെങ്ങൾ UK-യിൽ നിന്നും അടക്കം എത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് നാളെ ഉച്ചയോടുകൂടിയാണ് ചുങ്കത്തെ ജ്ഞാനായ പള്ളിയിലാണ് ആ സംസ്കാരം നടത്തുക. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. നാളെയായിരിക്കും സംസ്കാരം, പൂർണ്ണമായ മതാചാര പ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾ. അതേസമയം തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ സ്പോട്ടുകൾ അവിടെ നിന്നുള്ള തെളിവെടുപ്പ് കലയന്താനി ജോസഫിന്റെ ചെരുപ്പാണ്. അത് അല്പസമയം മുൻപ് നടത്തിയ തെളിവെടുപ്പിൽ പെപ്പർ സ്പ്രേ കൂടി ഉണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ പോലീസിന് ആദ്യ ഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി തെളിവെടുപ്പ് കലയന്താനി ആ മേഖലയിലേക്ക് കൂടി പോവുകയാണ്. ജീൻ തുടരുന്നുണ്ട്. ജീൻ, ഇപ്പോൾ ജീൻ ആ വാഹനത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. പോലീസിന്റെയും പ്രതികൾക്ക് ഒപ്പം എങ്ങോട്ടാണ് ഇപ്പോൾ ഇനി അടുത്ത ഘട്ടം തെളിവെടുപ്പിന് ഇനി ഈ ദിവസം മറ്റ് ഏതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് പ്രതികൾക്കൊപ്പം?
പ്രജീഷ്, ഇപ്പോൾ 2 പ്രതികളാണ് പോലീസ് വാഹനത്തിലുള്ളത്. ഒന്ന് നേരത്തെ ജോമിൻ എന്ന് പറയുന്ന ഡ്രൈവർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട മുഹമ്മദ് അസ്ലം. ഈ 2 പേരാണ് ഇപ്പോൾ പോലീസ് വാഹനത്തിലുള്ളത്. ഈ മുഹമ്മദ് അസ്ലമിനെ കയറ്റുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തിയത്. അല്പസമയം മുമ്പ് വാഹനത്തിൽ കയറ്റിയതിനു ശേഷം ഇപ്പോൾ കലയന്താനിയിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, കലയന്താനിയിലാണ് ഈ ജോമോൻ്റെ ഗോഡൗൺ ഉള്ളത്. ആ ഗോഡൗണിൻ്റെ താഴത്തെ നിലയിലെ മാലിന്യക്കുഴിയിലാണ് ഈ മൃതദേഹം, ബിജുവിൻ്റെ മൃതദേഹം ഒളിപ്പിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് റിക്കവറിക്ക് വേണ്ടിയിട്ടാണ് പോലീസ് സംഘം പോകുന്നത്. പ്രധാനമായും ഷർട്ട്, അതായത് ഈ പ്രതികൾ അന്ന് ഉപയോഗിച്ച ഷർട്ട്, അതോടൊപ്പം തന്നെ കുഴി എടുക്കുന്നതിന് ഉപയോഗിച്ച ആയുധങ്ങൾ അടക്കം പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ തൊടുപുഴ നഗരത്തിൽ നിന്ന് പോലീസ് വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ജെയിനസ് രാജുവും ശ്യാം പ്രസാദ് ഉത്തമനുമാണ് വിവരങ്ങൾ നൽകിയത്. തെളിവെടുപ്പ് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കലൈന്താനി ഭാഗത്തേക്കാണ് 2 പ്രതികളുമായി ജോമനുമായും മുഹമ്മദ് അസ്ലവുമായും അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്.